അപ്പോൾ നമ്മൾ ഇന്നൊരു അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വെള്ളമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടയെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കുറച്ചേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. ഇനി അടപ്രഥമനിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് അത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കേട്ടോ. ഇനി നമുക്ക് ശർക്കര പാനി ഏത് പാത്രത്തിലാണോ പായസം വെക്കുന്നത് അതിലേക്ക് നരിച്ചൊഴിക്കാം. ഇനി നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള അട ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ രണ്ടാം പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഏലക്കയും ചുക്കും ചെറിയ ജീരകവും കൂടി പഞ്ചസാര ഇട്ടിട്ട് പൊടിച്ചത് ചേർക്കുന്നുണ്ട്. കൂടെ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിൽ നെയ്യൊന്ന് ചൂടായി വന്നപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടപ്രഥമനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ പറയാനും മറക്കരുതേ.